പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. കർത്താവ് പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സുമുഖമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇന്നത്തെ ലോകത്ത് നാം ഓരോരുത്തരും പ്രത്യാശ വയ്ക്കുന്നത് ഭാര്യ ഭർത്താവിലും, ഭർത്താവ് ഭാര്യയിലും, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിലും, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിലും. അതിനപ്പുറത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രത്യാശ വയ്ക്കുന്നത്, വിശ്വസിക്കുന്നത് നമ്മളുടെ സമ്പത്തിലാണ്, നമ്മളുടെ നല്ല ജോലിയിലാണ്, നമ്മൾക്ക് മറ്റുള്ളവർ തരുന്നതായ ആ റെസ്പെക്റ്റ് കണ്ട് അതിൽ പ്രത്യാശ വയ്ക്കുന്നവരാണ്. എന്നാൽ നാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. നാം പ്രത്യാശ വയ്ക്കേണ്ടത് നമ്മുടെ ദൈവത്തിങ്കൽ ആണ്. ദൈവത്തിങ്കൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല. അങ്ങനെ കുലുങ്ങിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം എപ്പോഴും വേദപാരായണം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 42:5. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചു ഉള്ളിൽ നിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇതേ വചനം നമുക്ക് 42-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലും 43-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത് വായിക്കുന്നവരുടെ മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നാം ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിച്ച് അർത്ഥമാക്കുക. പ്രത്യാശയില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മരിച്ചതിന് തുല്യമാണ്. നാം ദൈവത്തിലാണ് പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. ശൗലിനെ പേടിച്ച് ഓടി നിന്ന ആ ദാവീദിനെ ഒന്ന് നോക്കുക. ദാവീദിന്റെ ജീവചരിത്രം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചതുകൊണ്ട് ഒരിക്കലും അവന് ദോഷമുണ്ടായില്ല. അവൻ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വലതുകരം അവനെ സ്വീകരിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹന്ന പ്രത്യാശയോടെ പ്രാർത്ഥിച്ചതുകൊണ്ട് അവന് ശമൂവേൽ ബാലനെ ലഭിച്ചു. കന്യമറിയാം പ്രത്യാശയോടെ ജീവിച്ചതുകൊണ്ട് അവക്ക് ദൈവ മാതാവാകുവാൻ അനുഗ്രഹം ലഭിച്ചു. ഹന്ന വളരെ വിഷമിച്ച് പ്രാർത്ഥിച്ചു. അവളുടെ ഭർത്താവും ദൈവഭക്തനായിരുന്നതുകൊണ്ട് വാർദ്ധക്യത്തിൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചു. സ്നാപക യോഹന്നാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി. നാം അങ്ങനെ നോക്കുമ്പോൾ ഓരോ അപ്പോസ്തലന്മാരെയും കുറിച്ച് നോക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ, അവർ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു, അവനെ വിശ്വസിച്ചു. അവർ അനുഗ്രഹം പ്രാപിച്ചു. 12 ഗോത്രങ്ങളുടെ സംരക്ഷകരായി, അവരുടെ ന്യായപാലകരായി ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദേവാലയ പ്രവേശന സമയത്ത് അവിടെ കണ്ടതായ 2 വ്യക്തികളെ നമുക്ക് അറിയാം, ശിമ്യോനെയും ഹന്നായെയും. അവർ വളരെ പ്രത്യാശയോടുകൂടി ജീവിച്ച 2 പേരാണ്. അവർക്ക് ദൈവപൈതലിനെ കയ്യിലെടുത്തുകൊണ്ട് സ്തുതിക്കുന്നതിന് ഇടയായി. ശൗൽ എന്ന പൗലോസ്ലീഹ ജാതികളുടെ അപ്പോസ്തലനായി പ്രത്യാശ മുഖാന്തരം.
അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ കാലത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എങ്കിൽ നമുക്ക് അനുഗ്രഹമുണ്ടാകും. 42-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും 42-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലും 43-ാം അധ്യായം 5-ാം വാക്യത്തിലും പറയുന്നത്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ നിറങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നാം ഇത് മനസ്സിലാക്കുന്നുവെങ്കിൽ, കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എന്ത് കാര്യം നാം രാവിലെ ആരംഭിക്കുന്നുവോ അത് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ചെയ്തു നോക്കുക. നമുക്ക് അത് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ഇരു മനസ്സുകളുടെ ആ വിചാരത്തിൽ എനിക്കത് സാധിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ സംശയത്തിൽ മുമ്പോട്ട് പോകുന്നതിനാലാണ് നമുക്ക് ആർക്കും അനുഗ്രഹം തക്ക സമയത്ത് ലഭിക്കാത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നമ്മൾക്ക് കൃപാവരങ്ങളെ ചൊരിഞ്ഞു തരും എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.